മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയുടെ പശ്ചാത്തല സൗകര്യ വികസനം അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ്. അത് റോഡുകൾ, റെയിൽ, വിമാന സഞ്ചാര മേഖലകളിലുൾപ്പെടെ ലോക നിലവാരത്തോട് കിടപിടിക്കുന്ന തരത്തിലുമാണ്. കേരളത്തിനും അതിൻ്റെ പ്രയോജനം ലഭിക്കാൻ തുടങ്ങിയിരിക്കുന്നു. കേരളത്തിലെ യാത്ര ഒരു വലിയ പ്രതിസന്ധിയാണ്. ബ്ലോക്കിലകപ്പെട്ട് മണിക്കൂറുകളെടുത്താണ് സംസ്ഥാനത്തെ റോഡ് മാർഗമുള്ള യാത്രകൾ. ഇത് മാറാൻ പോകുന്നു. തെക്കൻ കേരളത്തിൽ നിന്ന് മധ്യ കേരളത്തിലേക്ക് ദേശീയപാത അതോറിറ്റിയുടെ അതിവേഗ റോഡ് ഇടനാഴികൾ വരുന്നു. കേന്ദ്ര സർക്കാർ നേരത്തെ പരിഗണിച്ച തിരുവനന്തപുരം അങ്കമാലി പാതയാണ് അതിവേഗ ഇടനാഴിയാക്കുന്നത്. പദ്ധതി കേന്ദ്ര റോഡ് ഉപരിതല മന്ത്രാലയത്തിന്റെ വിഷൻ 2047 ഉൾപ്പെടുത്തിയാണ് നിർമ്മിക്കാൻ ഒരുങ്ങുന്നത്. ഇതിനായുള്ള ആദ്യ നടപടികൾ ദേശീയപാത അധികൃതർ പൂർത്തിയാക്കി റോഡ് മന്ത്രാലയത്തിന് സമർപ്പിച്ചു. ഭാരത്മാല പദ്ധതിക്ക് പകരമാണ് വിഷൻ 2047 അവതരിപ്പിക്കുന്നത്. 2047ഓടെ രാജ്യത്ത് 50,000 കിലോമീറ്റർ ദേശീയപാതകൾ നിർമ്മിക്കുന്നതാണ് ഈ പദ്ധതി. ഇതിലൊന്നാണ് കേരളത്തിന് ലഭിക്കുക. ഇതിൽ എക്സിറ്റ് പോയിന്റുകൾ കുറവായിരിക്കും. സഞ്ചരിക്കുന്ന ദൂരത്തിന് മാത്രം ടോൾ നൽകിയാലും മതിയാകും. GPS അധിഷ്ഠിത ടോൾ സംവിധാനമാണ് ഇത്തരം റോഡുകളിൽ ആവിഷ്കരിക്കുക. പൊതുസൗകര്യ പങ്കാളിത്തത്തോടെയാകും പാതകൾ നിർമ്മിക്കുന്നത്. മുമ്പ് നിർദ്ദേശിച്ച അലൈൻമെന്റിൽ നിന്ന് ചെറിയ വ്യത്യാസത്തോടെയാകും തിരുവനന്തപുരം അങ്കമാലി അതിവേഗ ഇടനാഴികൾ. 4 വരിയാണ് നിലവിലെ തീരുമാനം. 205 കിലോമീറ്റർ റോഡിന് വേണ്ടി ഏകദേശം 950 ഹെക്ടർ സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും. നിർദ്ദിഷ്ട തിരുവനന്തപുരം റിംഗ് റോഡിൽ നിന്ന് തുടങ്ങി നിർദ്ദിഷ്ട അങ്കമാലി ബൈപ്പാസിലാകും ഇത് അവസാനിക്കുക. നെടുമങ്ങാട്, കൊട്ടാരക്കര, പുനലൂർ, പത്തനാപുരം, കോന്നി, റാന്നി, കാഞ്ഞിരപ്പള്ളി, മീനച്ചിൽ, തൊടുപുഴ, മൂവാറ്റുപുഴ, കോതമംഗലം, കുന്നത്തുനാട്, ആലുവ താലൂക്കുകളിൽ നിന്നാകും സ്ഥലം ഏറ്റെടുക്കുക. ജനവാസ മേഖലകൾ പരമാവധി ഒഴിവാക്കിയാകും പുതിയ അലൈൻമെന്റ് എന്നാണ് അധികൃതർ നൽകുന്ന സൂചന. പത്തനംതിട്ട, കോട്ടയം, കൊല്ലം ജില്ലകളിൽ മുമ്പ് അംഗീകരിച്ച അലൈൻമെന്റിൽ എതിർപ്പുകൾ ഉയർന്നിരുന്നു. പ്രതിസന്ധി ഉയർന്നതോടെ അങ്കമാലി പാതയുടെ തുടർ നടപടികൾ കേന്ദ്രം കഴിഞ്ഞ വർഷം നിർത്തിവെച്ചിരുന്നു. അതിവേഗ ഇടനാഴി പ്രഖ്യാപനത്തിന് ശേഷമാകും ടോപ്പോഗ്രാഫിക്കൽ സർവേ നടത്തി അന്തിമ അലൈൻമെന്റ് പ്രഖ്യാപിക്കുക. നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവളത്തിന് സമീപത്തു കൂടി മധ്യ കേരളത്തിലെ മലയോര മേഖലയിലൂടെയാകും ഇത് കടന്നു പോവുക. ഭാരത്മാല പദ്ധതിയിൽ സാമ്പത്തിക പ്രതിസന്ധി വന്നതോടെയാണ് വിഷൻ 2047ലേക്ക് അങ്കമാലി തിരുവനന്തപുരം എക്സ്പ്രസ് വേ നിർദ്ദേശിച്ചത്.